ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. ഞാനും മീനും കൂടി ബസ് കയറിയിട്ട് കൊണ്ടോട്ടിക്കാണ് കേട്ടോ പോണത്. കൊണ്ടോട്ടിയിൽ നിന്ന് 2 പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ അവരെ കൂടെ കൂട്ടിയിട്ട് കോഴിക്കോടിന് പോകണം നമുക്ക്. അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടോട്ടി എത്തി കേട്ടോ. കൊണ്ടോട്ടി എത്തി കഴിയുമ്പോൾ ഭയങ്കര വെയിലടിച്ച് കണ്ണിൻ്റെ റെറ്റിന അവരടിച്ച് പോവാണ്. അങ്ങനത്തെ മീനും 2 പേരും മാറി മാറി പിടിക്കുന്നുണ്ട്. 2 എണ്ണം എത്തിയിട്ടില്ല. 2 പേരും കൊണ്ടോട്ടിക്കാരാണ് കേട്ടോ. അതാണ് ഹൈലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മുതൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആൾ പയ്യെ ആടി തൂങ്ങി വരേണ്ട. രണ്ടാമത്തെ ആൾ ഇപ്പോഴും എത്തിയിട്ടില്ല. ആൾ നേരെ കോഴിക്കോടിന് എത്തിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലുവൊക്കെ കണ്ടു. അങ്ങനെ പോവാണ്. കോഴിക്കോട് സ്റ്റാൻഡ് എത്തി കേട്ടോ. സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മീനും ആണെങ്കിൽ എൻ്റെ കയ്യിൽ വിടാണ്ട് പിടിച്ചിട്ടുണ്ട്. കാരണം നിറച്ച ആൾക്കാരും എനിക്കാണെങ്കിൽ എങ്ങടാ പോകേണ്ടത് ഒരു ഐഡിയ ഇല്ല. അവിടെ നമ്മളൊരു ഓട്ടോയിൽ കയറിയിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 പേരും കൂടെ എന്നെ ചീത്ത വിളിക്കുകയാണ്. ബീച്ചിൻ്റെ അവിടെ എത്തി നമ്മൾ ഇതിനാണ് കേട്ടോ വന്നിട്ടുള്ളത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് 8ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കുറേ ടെൻറ്റിലായിട്ട് ഇങ്ങനെ കുറേ പരിപാടി നടക്കുന്നുണ്ട്. ഇതൊരു കാരിക്കേച്ചർ വർക്കാണ്. എനിക്ക് ഇതുപോലത്തെ ആർട്ട് വർക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം അവിടെ നോക്കിയിരുന്നു. ഒരുപാട് ടൈപ്സ് ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും പല സ്റ്റേജസിൽ പ്രശസ്തരായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നു. ഡെക്കറേഷൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു വേറെ ലെവൽ ഡെക്കറേഷൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നു. അപ്പം എനിക്കവിടെ കണ്ടതിൽ ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം ഇതാണ് കേട്ടോ. ഒരു കുഞ്ഞിരുന്നിട്ട് ഇങ്ങനെ കഷ്ടമല്ലേ. അതിന് നമ്മൾ ഓരോ ടെൻറ്റിലും കയറി നോക്കണ്ടേ. എല്ലാത്തിലും കയറി തലയിട്ടൊന്ന് എടുത്ത് നോക്കിയിട്ടാണ് പോണത്. പിന്നെ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം നേരം എങ്ങും നിന്നില്ല. പിന്നെ അതേ നമ്മൾ വേറെ ടെൻറ്റിൽ കയറിയപ്പോൾ കാഴ്ചയാണിത്. കുറേ ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സയൻറ്റിഫിക് നെയിമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് ശേഷം നമ്മളിത് കണ്ടത് ഇതൊരു കാർഡ്ബോർഡും കൊണ്ടുള്ള വർക്കാണ് കേട്ടോ. ഇതിൻ്റെ നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ടേബിളും ചെയറും ഒക്കെ കാർഡ്ബോർഡും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ഒരു ഷോയ്ക്ക് ഞാൻ ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മളൊരു ബുക്സിൻ്റെ സെക്ഷനോട്ട് കയറി. ഒരു വമ്പൻ ബുക്സിൻ്റെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ബുക്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറേ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ മുരളി ഗോപിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി കളിച്ചിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. താങ്ക് യു.